ഹായ്, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണു. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ വന്നാൽ ശരിയാവില്ല. എവിടെ പോണം? ടാറ്റ. ടാറ്റ പോയത് മതിയായില്ലേ? ഇല്ലേ? നമ്മളൊന്ന് തിരിച്ച് വീട്ടിൽ പോവും. അയ്യോ പോ. അതുകൊണ്ട് അമ്മ കുറച്ച് കാര്യം പറഞ്ഞിട്ട് വരാം. ഇപ്പം അതുകൊണ്ട് അച്ഛൻ വിളിക്കണു. അച്ഛൻ ടാറ്റ പോണു. പോയിട്ട് വാ. അയ്യോ അച്ഛൻ ടാറ്റ പോണു. ചെക്കൗട്ടിന് സമയമാവണു. ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. 12 മണിക്കാണ് ഇവിടെ ചെക്കൗട്ട്. നമുക്ക് ഫ്ലൈറ്റ് വന്നിട്ട് 6:30 ആണ്. അപ്പോൾ 3 hours മുമ്പ് എത്തിയാൽ മതി. പക്ഷേ ബാഗൊക്കെ ആയിട്ട് വേറെ ഒരു സ്ഥലത്ത് ഇന്ന് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നേരെ എയർപോർട്ടിൽ തന്നെ ആയിരിക്കും പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നതുണ്ടായിരുന്നു. രാവിലെ ഗ്രാൻഡ് പാലസ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്തു. പക്ഷേ ഇന്നലെ നൈറ്റ് പ്രാർത്ഥന മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നപ്പം 12 o'clock ഒക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പാക്ക് ചെയ്തിട്ട് കിടന്നാൽ ഫൈനലി നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു മലയാളം പാട്ടൊക്കെ പ്ലേ ചെയ്യാൻ പറ്റി. യൂട്യൂബ് കണക്ട് ചെയ്ത് അവൻ ഇട്ട് കൊടുത്തു. അങ്ങനെ അവനെ ഞാൻ പിടിച്ചിരുത്തി. എനിക്കെങ്കിലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി തായ്ലൻഡ് വ്ളോഗ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വ്ളോഗിൽ ഞാൻ നമ്മൾ ചെയ്ത പ്ലാൻസും അത് എങ്ങനെയൊക്കെ വർക്കൗട്ടായെന്നും കുറച്ച് ടിപ്സും ഒക്കെയാണ് ഇതിൽ പറയാൻ പോണത്. ഇനി അങ്ങോട്ട് എയർപോർട്ടിലോട്ട് പോയിട്ട് ഫ്ലൈറ്റിൽ ഫുഡ് ഒരു ടിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിഫറൻസ് ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താണ് തരുന്നതെന്നുള്ളത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. സോ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നും എങ്ങനെയൊക്കെയാണ് ഏത് സൈറ്റിൽ നിന്നൊക്കെ എടുത്തതെന്നുള്ളത് എല്ലാ വ്ളോഗിലുമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വ്ളോഗ് കാണുവാണെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എല്ലാം കുറേ ഡീറ്റെയിൽസ് മാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല. അപ്പോൾ കൊണ്ടുവന്നതിൽ ട്രാവൽ ഇൻഷുറൻസും അതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ മെഡിസിൻസ്, ആവശ്യമുള്ള മെഡിസിൻസ് വിത്ത് പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് വന്നു. കാരണം ഫ്ലൈറ്റിൽ അവർ ചെക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പം അതിനെപ്പറ്റി നോക്കിയേ ഇല്ല. ഡോക്യുമെൻസും പ്രിസ്ക്രിപ്ഷനും ഒന്നും ചോദിച്ചില്ല. ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രം ബാസ്ക്കറ്റിലെടുത്ത് വെച്ച് നോക്കി. അല്ലാതെ ബാഗ് വന്നിട്ട് ചെക്ക് ചെയ്തു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ വന്നതും ബസ്സിൻ്റെ ടിക്കറ്റ് അത് എവിടെ നിന്ന് എടുക്കണമെന്നുള്ളതും എല്ലാം പറഞ്ഞു. സോ ഫസ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്തും അൽക്കസാർ ഷോ ആണ്. ഇതിൽ രണ്ടും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് കോറൽ ഐലൻഡ്, കാരണം കോറൽ ഐലൻഡ് മാത്രമേ അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ അത്രയ്ക്കും ഏരിയ ഉണ്ട്. ഒരു ഐലൻഡിലോട്ട് പോയി അവിടെ ഫുള്ള് സീ ആയിട്ടുള്ളതാണ്. നിങ്ങളത് വീഡിയോ കണ്ടു നോക്കണം. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, കടലാണ്, എത്രയോ ബീച്ചുകളാണ്. നെക്സ്റ്റ് ഇത് പട്ടായയിലാണ്. തേർഡ് ഡേ നമ്മൾ പട്ടായ വന്നു. പട്ടായയിൽ നിന്നും ബാങ്കോക്കിലോട്ട് വന്നിട്ട് ബുക്ക് ചെയ്തിട്ടില്ല. ബട്ട് പ്ലാൻ ചെയ്തിരുന്നത് ഗ്രാൻഡ് പാലസും പിന്നെ വാട്ട് അരുൺ പിന്നെ അങ്ങനത്തെ ഇതും ലാസ്റ്റ് വൈകുന്നേരം വന്നിട്ട് ഡിന്നർ ക്രൂസ് ഉണ്ടായിരുന്നു. അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിന്നർ ക്രൂസ് ഷിപ്പിൽ. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. നല്ല രസമുള്ള ഒരു മാളും പിന്നെ ഷിപ്പും ഒക്കെ ആയിട്ടുള്ളത്. ദെൻ ഫോർത്ത് ഡേ വന്നിട്ട് സഫാരി പാർക്ക്, സഫാരി വേൾഡ്, അതിൽ മറൈൻ പാർക്കും സഫാരി പാർക്കും. അതായിരുന്നു ഇന്നലെ. അത് ഒരു ദിവസമേ പറ്റുള്ളൂ കേട്ടോ. വേറെ ഒന്നും നമുക്ക് ആ ദിവസത്തേക്ക് പറ്റില്ല. ദെൻ ഷോപ്പിംഗ് മോളായിട്ട് ഏതെങ്കിലും ഒന്ന്. ലാസ്റ്റ് ഡേ ഇന്ന് ഏതെങ്കിലും ഷോപ്പിംഗ് മോളാണ് രാവിലെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് എയർപോർട്ട്. ഇതാണ് നമ്മുടെ പ്ലാനിങ് ആയിരുന്നത്. ഇതിൽ നടക്കാത്ത കാര്യം ഫസ്റ്റ് ഡേയിൽ സാങ്ച്വറി ഓഫ് ട്രൂത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല. അത് നഷ്ടമായി. അടുത്ത് തേർഡ് ഡേ പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലോട്ട് വന്ന ദിവസം ഗ്രാൻഡ് പാലസ് അത് പറ്റിയില്ല. മിസ് ചെയ്യാൻ ഉള്ള കാരണങ്ങളും
അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ അടുത്ത് പറയാം. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. ഇത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഏജൻസി 2-3 ഏജൻസിയിലൊക്കെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് സ്ഥലങ്ങളും അവരുടെ ഡീറ്റെയിൽസൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് സ്ഥലങ്ങളുടെ പേരും എല്ലാം കിട്ടി. അപ്പോൾ അതിൽ ബെസ്റ്റ് ആയിരിക്കും എന്ന് തോന്നി നമ്മൾ സെലക്ട് ചെയ്തതാണ് ഇത്. ഇങ്ങനെയാണ് ഒരു ഷെഡ്യൂൾ നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ അതിൽ വർത്തായിട്ട് തോന്നിയത് ഈ ഇത് അൽക്കസർ ഷോ എന്തായാലും തായ്ലൻഡ് വരുമ്പം നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതാണ്. നേരിട്ട് കാണുമ്പോൾ ഉള്ള ഭംഗി എനിക്ക് തോന്നുന്നില്ല വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന്. കാരണം അത് ഭയങ്കര ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ജസ്റ്റ് ഒരു ഡാൻസാണ്, ഞാൻ ശ്രീയേട്ടനും വിചാരിച്ചിരുന്നത് ഡാൻസാണ്, വലിയ സംഭവമൊന്നും അല്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. അവരുടെ ആ ഒരു കോർഡിനേഷൻ, കോസ്റ്റ്യൂംസ്, ആ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ഇങ്ങനെ ആവുന്നത് എല്ലാം ഒരു എന്തോ ഒരു മായാലോകം പോലത്തെ രീതിയിലായിരിക്കും നമ്മളവിടെ ഇരിക്കുമ്പം. സോ അൽക്കസർ ഷോ. നെക്സ്റ്റ് കോറൽ ഐലൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതൊരു പുതിയൊരു ഇതാണ്, നമുക്ക് കുറേ ബീച്ചസ് ഉള്ള ഒരു ഐലൻഡിൽ അങ്ങനത്തെ ഒരു സംഭവം. ദെൻ പിന്നെ തേർഡ് ഡിന്നർ ക്രൂസ്. ഡിന്നറിനെ വിചാരിച്ചിട്ട് പോകരുത്. കാരണം നമുക്ക് നമ്മുടെ സ്റ്റൈൽ ഫുഡ് ഒന്നും അല്ല ഇവിടെ. ടോട്ടലി ഫുഡിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ നോക്കി കണ്ടുപിടിച്ച് പോയാൽ കുറച്ച് റൊട്ടിയൊക്കെ കഴിക്കാൻ പറ്റും. അല്ലാതെ ഫുഡ് ഭയങ്കര കഷ്ടം തന്നെയാണ്. സോ ഡിന്നർ ക്രൂസിൽ ഡിന്നർ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവിടുത്തെ വൈബ് ഇഷ്ടപ്പെട്ടു. വൈബ് നമുക്ക് ഒന്ന് ആസ്വദിക്കാൻ പറ്റിയത് തന്നെയാണ്. ഒരു ക്രിസ്മസ് ഇത് സോങ്സും ഇതൊക്കെ ആയിട്ട് നല്ല ഇതായിട്ടിരുന്നു. സഫാരി പാർക്ക് നല്ല വർത്തായിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമ്മൾ ഈ ഒരു ഇവിടുത്തെ സഫാരി പാർക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ സഫാരി വേൾഡ് എന്ന് പറയും ടോട്ടലായിട്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെയുള്ള സൂവിന് കുറച്ച് പറയണമില്ല, നമ്മളത് തന്നെയാണ്. പക്ഷേ ആ ഒരു സ്റ്റൈല് നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. കൂട്ടിലിട്ട് നമ്മൾ അവിടെയൊക്കെ ചെയ്യുന്ന ഇത് നോക്കുമ്പോൾ ഇതാണ് ബെസ്റ്റ്. കാരണം ഫുള്ള് ഫ്രീ ആയിട്ട് നടക്കുകയാണ് ആ സഫാരി പാർക്കിൽ. ഏത് ഏരിയയിലും എല്ലാ ആനിമൽസും പോകുന്നുണ്ട്. നമ്മൾ വണ്ടിയിൽ പോകുമ്പം ഇവിടെ നിൽക്കുന്ന കൊക്ക് അവിടെ നിൽക്കുന്ന ഇത് ചിലപ്പം പുലിയുടെ കൂട്ടത്തിലും കാണും. അങ്ങനെ അത് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. മാനും എല്ലാം ഇവിടെയൊക്കെ നിൽക്കുകയാണ്. എന്തുമാത്രം ഉണ്ടായിരുന്നു. അയ്യോ, ആ വീഡിയോ കണ്ടു നോക്കണേ. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ബോറിംഗ് ആയിരിക്കും. സോ അങ്ങനെ കാണുന്നതാണ് നമുക്ക് ഒരു സന്തോഷം തോന്നുന്നത്, ഒരു ഭംഗി. സോ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് വേറെ അവിടെ ഉള്ള സൂ ഒന്നും ഇനി അടുത്ത് പോയി കാണണമെന്ന് തോന്നൂല. അത്ര ആനിമൽസും എല്ലാം ഇവിടെ കണ്ടു കഴിഞ്ഞു. ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആ ഒരു രീതി നല്ലതായിരുന്നു. പ്രാട്ടണം മാർക്കറ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് ചിലപ്പോഴേ പോകുള്ളൂ എന്ന് വിചാരിച്ച ഒന്നാണ് ഈ പ്രാട്ടണം. അത് ഇന്നലെ രാത്രി പോകാൻ പറ്റി. ഇതിൽ വാട്ട് അരുൺ അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ജസ്റ്റ് ഹിസ്റ്റോറിക് ഇതായിട്ടൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് പോകാൻ സമയമുണ്ടെങ്കിൽ എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതിൽ നമ്മുടെ ഇതെല്ലാം നല്ലത് തന്നെ ആയിരുന്നു. വാട്ട് അരുൺ പിന്നെ ഇവൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് കാരണമാണ് നമുക്ക് നേരെ ഒന്നും അത് ആസ്വദിക്കാനായിട്ട് പറ്റാത്തത്. പ്ലേസൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഗ്രാൻഡ് പാലസ് എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നല്ലതായിരിക്കും. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഏൻഷ്യൻ സിറ്റി എന്ന് പറയുന്നതും നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിതിൽ സമയപരിധിയിൽ പറ്റിയില്ല. ഒരു ദിവസം കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ നമുക്കിത് പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഒരു ഏജൻസിയോ ഒന്നും ഹെൽപ്പും ഇല്ലാതെ ഇത്രയും കംപ്ലീറ്റ് ചെയ്തത് വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഇവൻ്റെ സ്റ്റേജിന് ഇങ്ങനെയൊക്കെ പോയിട്ട് വന്ന് മാക്സിമം നമ്മൾ യൂസ് ചെയ്തു ടൈം. ഇന്ന് മാത്രമാണ് ഈ ഒരു സമയം നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഒരു 10 മിനിറ്റ് 1 മണിക്കൂർ ഇരിക്കാൻ പറ്റിയത്. അത് ഇനി പാക്ക് ചെയ്യാനായിട്ടുണ്ട്. അല്ലാതെ ഒരു സമയവും അടുത്ത് വരുന്നു പോകുന്നു, ക്യാബ് ബുക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇത്രയും സ്ഥലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. കാരണം ഇതിൽ നമ്മൾ 2 ഡേയ്സ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കോറൽ ഐലൻഡും സഫാരി പാർക്കിൻ്റെ ഡേ. ബാക്കി വരുന്ന ദിവസം ഇനി ഞാൻ കുറച്ച് ടിപ്സ് ഇത് പറഞ്ഞു തരാം. ശ്രദ്ധിക്കേണ്ടത്, വരുന്ന ദിവസം കൂടുതലൊന്നും ബുക്ക് ചെയ്തിട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല. ഫ്ലൈറ്റിൻ്റെ അവിടെ നിന്ന് ലഗേജ് കിട്ടുന്നത് നമുക്ക് ലഗേജ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സമയം എടുക്കുന്നതാണ്. തായ്ലാൻഡിലുള്ള ബാങ്കോക്കിലെ എയർപോർട്ട് വന്നിട്ട് ഭയങ്കര വലുതാണ്.
കുറേ ദൂരം എത്ര കിലോമീറ്റർ നമ്മൾ നടന്നു ഇവനെയും കൊണ്ട് ആ ഒരു ക്ഷീണത്തിൽ. അപ്പോൾ നടന്ന് ലഗേജിൻ്റെ അവിടെ ക്യൂ നിന്ന് ലഗേജൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത് പിന്നെ നമ്മൾ ബസ്സിൽ പ്ലാൻ ചെയ്തതും കൊണ്ടാണ്. ചിലപ്പോൾ ക്യാബ് പിടിച്ചിട്ട് വന്നാലും ചിലപ്പോൾ റെഡിയായിട്ട് പോയ ടിക്കറ്റ് എടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ബസ്സിൽ വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ റെഡി ആവണം, ഫ്രഷ് ആവണം. അതൊക്കെ കഴിഞ്ഞിട്ട് സാങ്ച്വറി ഓഫ് ട്രൂത്താണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അത് പോകാനായിട്ട് പറ്റിയില്ല. ഇത്തിരി ഒരു ഗ്യാപ്പ് കിട്ടിയെങ്കിൽ നമ്മൾ പോകുമായിരുന്നു. സോ അത് നമുക്കത് നഷ്ടമായി, ബുക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ട് നഷ്ടമായി. സോ നിങ്ങളത് അന്നത്തെ ദിവസത്തെ കൂടുതൽ ഇങ്ങനെ ബുക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ 6:37 ശേഷം എന്തുവാണ് ബുക്ക് ചെയ്യുക, നമ്മൾ എന്തായാലും അതിന് മുമ്പേ എത്തും. ഫ്ലൈറ്റിൻ്റെ ടൈമൊക്കെ നമുക്ക് നോക്കുമ്പോൾ. സോ അൽക്കസർ ഷോ നടന്നു. പിന്നെ 3rd ഡേ പട്ടായ എന്ന് ബാങ്കോക്കിലോട്ട് വരുന്ന ദിവസവും നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഗ്രാൻഡ് പാലസ് നമുക്ക് മിസ്സായത്. ബുക്ക് ചെയ്യാത്തത് കൊണ്ട് അത് രക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് പക്ഷേ നമ്മളിവിടെ ചുമ്മാ ഇരുന്നില്ല. ഇവിടെ വന്ന ഉടനെ തന്നെ ബുക്ക് ചെയ്തിട്ട് വാട്ട് അരുണിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഡിന്നർ ക്രൂസിലോട്ട് പോയി. അപ്പോൾ ഗ്രാൻഡ് പാലസ് വന്നിട്ട് മിസ്സാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബുക്കിംഗ് ടൈം വന്നിട്ട് 3:30 വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ ഇവിടെ ബാങ്കോക്കിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ക്യാബിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനൊക്കെ. സമയം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാൻഡ് പാലസിൽ രാവിലെ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇൻ കേസ് നമ്മളവിടെ നിന്നിട്ട് ഒരുവിധമൊക്കെ പെട്ടെന്ന് ചുറ്റി കണ്ടിട്ടായാലും ക്യാബ് ബുക്ക് ചെയ്യുമ്പോൾ ക്യാബ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലോ, പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 12 മണിക്ക് ചെക്കൗട്ട് ആവണമല്ലോ. അതൊക്കെ ഒരു പേടിച്ചിട്ടാണ് വേണ്ടാന്ന് വെച്ചത്. കുഴപ്പമില്ല, വന്നതിന് ഒരു മാക്സിമം യൂസ് ചെയ്തിട്ടുള്ള ഒരു തൃപ്തിയുണ്ട്. സോ അത് നിങ്ങൾ നോക്കേണ്ട ഒന്നാണ്. ഇതിനപ്പുറം എനിക്ക് സ്പീഡായിട്ട് പറയാൻ പറ്റില്ല. അടുത്ത് ഈ ഗ്രാബും ബോൾട്ടും ഞാൻ പറഞ്ഞില്ലേ, അത് ആവശ്യമുള്ള ഒന്നാണ്. ടാക്സിയൊക്കെ ഡയറക്റ്റായിട്ട് പിടിക്കുമ്പോൾ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഈ ഇതിൽ വന്നിട്ട് നമുക്ക് ആ റേറ്റിനനുസരിച്ചുള്ളതിന് എടുക്കാനൊക്കെ പറ്റും. 7-Eleven സൂപ്പർ മാർക്കറ്റ് മുക്കിനും മൂലയിലും ഉണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ താഴെയും ഒന്നുണ്ട്. അത് നമുക്ക് നല്ല സൗകര്യമായി. സോ അവിടെ നിന്ന് തന്നെ വെള്ളം ഇവിടെ വരുന്ന ഒരു മെയിൻ ഫാക്ടറാണ്. വെള്ളം കുടിച്ചെങ്കിലും കിടക്കാം. സോ ആ വെള്ളം അവിടെ നിന്ന് വാങ്ങണമായിരിക്കും നല്ലത്. 13 ബാറ്റൊക്കെ ഉള്ളൂ. പിന്നെ എന്തായാലും പോകും എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ദിവസത്തെ സ്ഥലം ഉണ്ടെങ്കിൽ അത് അവിടെ വീട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് വരണമായിരിക്കും നല്ലത്. കാരണം ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പൈസ കൂടുതലാവും. ഡയറക്റ്റായിട്ട് എടുക്കുമ്പോൾ അതിൽ കൂടുതലാവും. പോകുമെന്ന് നമുക്ക് ഒരു ഷ്യൂരിറ്റി ഉള്ളത് ബുക്ക് ചെയ്തിട്ട് വരുന്നത് നല്ലതാണ്. ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. കോറൽ ഐലൻഡിൽ നമുക്ക് 2 വീലർ എടുത്തിട്ട് അവിടെ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഹെൽമെറ്റിൻ്റെ ഒന്നുമില്ല. അവർക്ക് ഒരു പ്രൂഫായിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കണം. അത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ID പ്രൂഫ് കയ്യിൽ വെച്ചിരുന്നാലും മതി, കൊടുത്താൽ മതി. ശ്രീയേട്ട ഇവിടെ റൂമിൽ വെച്ചിട്ട് വന്നുകൊണ്ട് പാസ്പോർട്ട് കൊടുക്കേണ്ടി വന്നു. പിന്നെ എല്ലാം ഒരു വിശ്വാസം കൊണ്ട് തിരിച്ചൊക്കെ കിട്ടും. കാരണം അവരുടെ വണ്ടി നമ്മുടെ കയ്യിലാണല്ലോ. ഈ എടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അവിടെ തന്നെ കിടന്ന് ചുറ്റേണ്ടി വരും. എന്തെങ്കിലും വീട്ടിൽ നിന്നും കുറച്ചൊക്കെ ഐറ്റംസ് കൊണ്ടുപോകണം, നല്ലതായിരിക്കും. ഇപ്പോൾ ഇവന് വേണ്ടിയിട്ട് ഇത്തിരി അരിയും അങ്ങനെ കുറച്ച് കുറുക്കാനുള്ളതും അങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ സ്നാക്സ് ആയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ആവും. കഞ്ഞി ഇപ്പോൾ 2-3 സ്പൂണൊക്കെ നമുക്ക് കുടിക്കാനൊക്കെ കിട്ടുമല്ലോ ഇടയ്ക്ക്. ഓക്കെ, ആ കാര്യങ്ങൾ ഞാൻ ഒരുവിധമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ വ്ളോഗ്സിലുമായിട്ടൊക്കെ എവിടെയൊക്കെ ഉണ്ട്. ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചാൽ മതിയേ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ എക്സ്പീരിയൻസ് ചെയ്തത് വെച്ചുള്ളത് എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. റൂം ബുക്ക് ചെയ്യണത് അപ്പോൾ ഇത് വന്നിട്ട് ദി ഹോം ഹോട്ടൽ എന്ന് പറയുന്നത് അഗോഡയിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. പ്രൈസ് നല്ല ലോ ആണ്. 5,000 2 നൈറ്റ്സിന് കൂടുതൽ കിട്ടാനൊക്കെ ചാൻസ് കുറവാണ്. നമ്മൾ സെർച്ച് ചെയ്തതിൽ ഇതിനെക്കാട്ടിലും കുറവായിട്ടുള്ളത് ഇല്ല. ഇപ്പോൾ റിവ്യൂസ് നോക്കി ബുക്ക് ചെയ്തു. ഇപ്പം ഇത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ലേ, ഇത്രയും ഫെസിലിറ്റി ഉണ്ട്. പിന്നെ സ്പേസ് കുറച്ച് കുറവ്, ഇത് ഭയങ്കര കുറവല്ല. 2 ഫാൻ, ഇത് AC-യും 2 TV ഒക്കെ ഉണ്ട്. ഇവിടെ ഉള്ള ഒരു ഫാൻ യൂസ് ചെയ്യൂല എന്ന് തോന്നുന്നു. കാരണം നമ്മൾ അവിടെയും ഇല്ലായിരുന്നു, ഹോട്ടൽ പട്ടായയിലും ഇല്ലായിരുന്നു. അപ്പം പിന്നെ കുറച്ച് പൈസ കറൻസി നമ്മുടെ തായിലോട്ട് ആക്കി കൊണ്ടുവരണം. നിങ്ങൾക്ക് എത്ര കൊണ്ടുവരണമെന്നൊക്കെ തോന്നുന്നു. അത് ഒരു 20 ബാത്തെങ്കിലും കയ്യിൽ വെച്ചിരിക്കണം. ബാക്കി ടിക്കറ്റ്സ് എല്ലാം ക്ലൂക്കിലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും കയ്യിൽ വെച്ചിരിക്കുന്നത് ഒരു സേഫ്റ്റിക്കായിരിക്കും. 20 ബാത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ത്യൻ കറൻസിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കണം. കുറച്ചേ ഉള്ളൂ,
ചെറിയൊരു എമൗണ്ട്. അപ്പോൾ കയ്യിൽ വെച്ചിരുന്നിട്ട് വേണം. ഇവിടെ ഫുള്ളായിട്ട് കാരണം തായ് ബാത്ത് തന്നെയാണ് യൂസ് ചെയ്യണത്, വേറെ ഒരു ഇതും പരിപാടി നടക്കില്ല. ഇതാണ് സുവർണഭൂമി എയർപോർട്ട്. ഇങ്ങോട്ട് വന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്കിനി സമയമുണ്ട്. നേരത്തെ എത്തിയിരിക്കുകയാണ്. 6 o'clock ഫ്ലൈറ്റ്. പക്ഷേ നമുക്കിനി വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളവിടെ ഹോട്ടലിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് ഇങ്ങോട്ട് വരാനേ വഴിയുള്ളൂ ഈ ബാഗും വെച്ചിട്ട്. ആനയിൽ കയറാം. അപ്പം ഇത് മലേഷ്യൻ എയർപോർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു കംപ്ലീഷൻ ഇല്ലാത്തതുപോലെയാണ്. ഈ മുകളിലോട്ടൊക്കെ അങ്ങോട്ടങ്ങോട്ട് പോയി നോക്കുമ്പോഴേ എന്തോ ഫുള്ള് കംപ്ലീറ്റ് ആവാത്തതുപോലെ ഇങ്ങനെ ഈ രീതിയിൽ പോകുമ്പോൾ എസ്കലേറ്ററിനാണ് പറയുന്നത്. അല്ല, ഈ ടൈപ്പ് എസ്കലേറ്ററാണ് ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഗുഡ്സ് ഈ ബാഗെല്ലാം കൊണ്ട് പോണത് കാരണം ഇവിടെ കുറേ ദൂരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ എസ്കലേറ്റർ വച്ചിരിക്കുമ്പോൾ പോകാനായിട്ട് ഈസിയാണ് ഈ ബാഗൊക്കെ കൊണ്ട്. നോർമൽ എസ്കലേറ്റർ അപ്പുറത്തെ സൈഡായിട്ടുണ്ട്. അതുകൊണ്ട് ലിഫ്റ്റൊന്നും ഇവിടെ കാണാം. ലിഫ്റ്റ് ഉണ്ടോ എന്തോ, അത് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് കാണില്ല. ലിഫ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ആ സൈഡൊക്കെ നമ്മൾ ഇന്നാൾ പോയ, എന്തായാലും അങ്ങോട്ടൊക്കെ വന്ന് പോവും. ആ സൈഡൊക്കെ നോക്കുമ്പം കുറച്ച് സിമെൻ്റ് ഇട്ടിട്ട് ഇരിക്കുന്ന ആ ഒരു കളറിലൊക്കെയാണ് ഇരുന്നത്. എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ചെയ്തിട്ടില്ലാത്തതുപോലെ ആണ് ഇരുന്നത്. ഒരു മലേഷ്യൻ എയർപോർട്ട് അതും ഒരു സംഭവം തന്നെയാണ്. ക്രിസ്മസിൻ്റെ ആ വൈബ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ സമയം. മെട്രോ അതെല്ലാം ആ ഫസ്റ്റ് വീഡിയോയിലുണ്ട്. ആനയുണ്ട്. വെയിറ്റ് ഉണ്ടല്ലോ. കേറാം. ഫുഡിൻ്റെ ഏറ്റവും ഉച്ചയ്ക്ക് നമ്മളിവിടുന്ന് എന്ത് കഴിക്കുമോ എന്തോ, വേറെ വഴിയില്ല, പുറത്തോട്ട് പോകാനും പറ്റില്ല. ഇവിടെ ഒരു ഏരിയയിലാണ് ഈ ക്ലൂക്കും ഇതൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ ഈ സിമ്മും അതിനൊക്കെ വന്നത് ആദ്യം. ഇവൻ്റെ കണ്ണ് പൊത്തി വെക്കേണ്ടി വരും കേട്ടാ, ലിഫ്റ്റ് കാണാതെ എസ്കലേറ്റർ കാണാതിരിക്കാൻ. ബസ് ആ സ്ഥലത്തു നിന്നാണ് ബസ് കിട്ടിയത്. അവിടെയാണ് ബസ് സ്റ്റേഷൻ. അവിടെ ബുക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ബസ് സ്റ്റേഷൻ. അതൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, അതൊന്നും പറയുന്നില്ല. ഇതിനെന്തോ പ്രശ്നമുണ്ട് തോന്നല്ലേ ടയറിന്. ഇതിൽ കയറുമ്പോൾ പേടിക്കേണ്ടി വരും. ഇത് യൂസ് ചെയ്യണത് ഇവിടെ താഴ്ത്തണം. ഈ പിടിക്കുന്ന ഹാൻഡിൽ വന്നിട്ട് ഇങ്ങനെ താഴ്ത്തിയാലേ ഈ വണ്ടി അനങ്ങുള്ളൂ. എല്ലാവർക്കും അറിയായിരിക്കും. നമുക്കറിഞ്ഞൂടല്ലോ, അതുപോലെ ആരെങ്കിലും കാണും. തുടങ്ങി. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഇതായിട്ടാണ് മാജിക് ഫുഡ് പോയിൻ്റ്. സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് മാജിക് ഫുഡ് പോയിൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട് പുറത്ത്. അപ്പോൾ അവിടെയാണ് റേറ്റ് കുറവായിട്ട്, എയർപോർട്ടിൽ റേറ്റ് കുറവായിട്ട് ഫുഡ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഫുഡ്. 30 തായ് ബാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ബനാന ഫ്രിറ്റേഴ്സ്, ക്രീം കേക്ക്, ബന്ന്, പിന്നെ ഇവിടെ ഇത്
ഇങ്ങോട്ട് വരുമ്പോഴേ ആ സ്മെല്ല്, ഇതൊരു സ്മെല്ല്, കരുവാടിൻ്റെ സ്മെല്ല്. അപ്പോൾ ഇവിടെ നമ്മൾ ലഗേജും കൂടെ കൊണ്ടുവന്നാണ് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ലഗേജ് കൊണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കിയിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ശരി. അറ്റത്തായിട്ട് അവിടെ ഈ റൈസ്, ചിക്കൻ റൈസ്, ബിരിയാണി ആണോ ഇത്? ചിക്കൻ റൈസാണ്, ബിരിയാണി റൈസ് ചിക്കൻ. 60 രൂപയാണ്, 60 തായ് ബാത്താണ്. അതുപോലെ ഫ്രൂട്ട്സും ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അറ്റത്തായിട്ട് വരും മാജിക് ഫുഡ് പോയിന്റ്, എയർപോർട്ട് സ്ട്രീറ്റ് ഫുഡ്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ ഫുഡും ഉണ്ട്, ഫ്രൂട്ട്സും അങ്ങനത്തെ നമ്മുടെ അല്ല ഇവിടുത്തെ രീതിയിലും, പിന്നെ ബിരിയാണി ഇതുകൊണ്ട് എല്ലാ സ്നാക്സ് ആയിട്ടും ഉണ്ട്. അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അകത്തോട്ട് വന്നു. അകത്ത് കയറിയപ്പോൾ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ആർട്ട് വർക്ക്. സെക്യൂരിറ്റി ചെക്കപ്പ് വലിയ അത്ര പ്രശ്നമൊന്നുമില്ല. ഇവിടെ ബോട്ടിലുള്ള വെള്ളം ഒന്നിലുള്ളതിൽ അലോ ചെയ്തു, കുഞ്ഞിൻ്റെ ആവശ്യത്തിനെന്നായതുകൊണ്ട്. ട്രിവാൻഡ്രത്ത് ഫുള്ളും കളഞ്ഞിട്ടാണ് അകത്ത് കയറിയത്. സോ ഇനി നമ്മളിവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ടൈം ആകുമ്പം അകത്ത് കയറിയാൽ മതി. ഒരു ഭംഗിയുണ്ട് ഇങ്ങോട്ട്. താഴെ ഒന്നും ഇത്രയും ഒരു ലുക്കില്ല. ഇങ്ങനെ ഷോപ്സ് ആയിരിക്കും ഇവിടെ എല്ലാം. ഇത് നമ്മൾ താഴെ അവിടെ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്, ഷിൻഷു ടീ. ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ബോപ്പാ ടീ കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് വന്നിട്ട് വലിയ ടേസ്റ്റ് ഇല്ല. ഇത് ടീ അവിടെ ഷേക്കാണ്, ട്രിവാൻഡ്രത്ത് ഷേക്കായിട്ട്, അത് ചോക്ലേറ്റ് ഫ്ലേവർ ഷേക്കായിരുന്നു. ഇത് ടീ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ടീ ലീഫ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. പിന്നെ മിൽക്കും അകത്ത് വന്നിട്ട് ഈ ബ്ലാക്ക് കളറിൽ കിടക്കുന്നത് മരിച്ചിനി ചെയ്ത് ആ ടേസ്റ്റ് തന്നെയാണ്. അത്ര ടേസ്റ്റ് ഇല്ല, കുഴപ്പമില്ല. റേറ്റ് എഴുതിയിട്ടുണ്ട്. എടാ അങ്ങോട്ട് പോ. പേടിയുണ്ട്. ഓ, പേടിയുണ്ടല്ലോ. ഒന്നും ചെയ്യൂല, അതൊന്നും ചെയ്യൂല. തരും, അമ്മയ്ക്ക് തരും. ഇന്ന് പോയി Keselamatan